ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വിസ്ത്ര സിൽക്ക് പ്ലെയിൻ മെറ്റീരിയലിൽ നമ്മളൊരു ഹാൻഡ് വർക്ക് ചെയ്യുവാണേ. ഒരു യോക്ക് പോർഷൻ വരെ ഒരു ഹാൻഡ് വർക്ക് ചെയ്യുവാണേ. അപ്പോൾ അത് വർക്ക് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതിൽ നമ്മുടെ ഈ രണ്ട് ലൈൻസ് വരുന്നതിൽ രണ്ട് ലൈനും കട്ട് ബീഡ്സ് ഇത് വെച്ചിട്ടാണ്. കട്ട് ബീഡ്സ് എന്ന് പറഞ്ഞാൽ ഈ കളറ് കട്ട് ബീഡ്സ് വെച്ചിട്ട് ആ ലൈന് ഇങ്ങോട്ടുണ്ട്, അതേപോലെ ആ സൈഡിലോട്ടും ആ ലൈൻ മേളിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ലൈനിന് നടുക്ക് നമ്മൾ ഇതേപോലെ ചരിച്ച് വി പോലെ നമ്മൾ വരകളുണ്ട്. അതിന് യൂസ് ചെയ്യുന്നത് ഈ ടു ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ഈ ടു ബീഡ്സാണ് അതിന് യൂസ് ചെയ്യുന്നത്. ഇനി എന്നിട്ട് അപ്പോൾ അതിൻ്റെ വർക്കൊന്ന് കാണാം. ആദ്യം നമ്മൾ ടു ബീഡ്സ് കോർത്തെടുത്തു. എന്നിട്ട് ബാക്കിലേക്ക് നമ്മൾ ടു ബീഡ്സ് കോർക്കണം. ടു ബീഡ്സ് അല്ല, കട്ട് ബീഡ്സ് നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതി. ഈ രണ്ട് ലൈൻസും അങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്. ആർക്ക് വേണേലും ബിഗിനേഴ്സിനാണേലും ചെയ്യാവുന്ന രീതിയിലാണ് ഈ വർക്ക് വന്നിരിക്കുന്നത്. അപ്പം ഈ കട്ട് ബീഡ്സിൻ്റെ ഈ വർക്ക് ചെയ്തിട്ട് കാണിക്കും. അപ്പം നമ്മുടെ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ലൈൻസ് ഫുള്ള് ചെയ്തിട്ട് ഇങ്ങോട്ടുള്ള ഈ ലൈൻസും ചെയ്യണം. അതേപോലെ മറു സൈഡിൽ ഷോൾഡറിന് താഴെ യോക്ക് വരെ നമ്മൾ ഇതേ രീതിയിൽ തന്നെ ചെയ്യണേ. ഇനി എന്നിട്ട് നമ്മൾക്ക് ഇതിന് അകത്തൊരു വി ഷേപ്പിലുള്ള ഒരു പാറ്റേൺ ഉണ്ട്. അതിന് നമ്മൾ ടു ബീഡ്സ് വെച്ചിട്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. അപ്പം ഇതേ ഫില്ലിങ്ങാണ് ഈ ലൈൻസിന് മൊത്തം ചെയ്യുന്നത്. ഇനിയും നമ്മൾ ഈ ഭാഗത്തെ ഈ ഡോട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറേ ഡോട്ട്, ഇവിടെ ഒരു ഡോട്ടുണ്ട്, ഇവിടെ ഒരു ഡോട്ട്, ഇങ്ങനെ നമ്മൾ കുറേ ഡോട്ട് ഇട്ടിട്ടുണ്ട്. ആ ഡോട്ട് ഇട്ടടുത്തെല്ലാം പിന്നെ ആ ഡോട്ട് ഇട്ടടുത്ത് നമ്മൾ സീക്വൻസ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഷുഗർ ബീഡ്സും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ആ വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ ആദ്യം ഒരു സീക്വൻസ് വെക്കുക, അതിൻ്റെ മേലെ ഷുഗർ ബീഡ്സും വെച്ചാണ് ഈ വർക്ക് ചെറിയ ഡോട്ട് മുഴുവൻ ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയാണ്. ആദ്യം സീക്വൻസ് വെച്ചു, അതിൻ്റെ മേലെ ഒരു ഷുഗർ ബീഡ് വെച്ചു. അങ്ങനെ ഡോട്ട്സ് മൊത്തം ഫില്ല് ചെയ്തെടുക്കണം. ആ കട്ട് ബീഡ്സിന് മേലെ ഡോട്ടായിട്ട് തന്നെയുണ്ട്. അത് ഇച്ചിരി സൂം ചെയ്ത് കാണിക്കാം. കൈയെടുത്തറ കണ്ടോ, ഇങ്ങനെ കുറേ രണ്ട് ലൈനായിട്ട് ഡോട്ട് ഇട്ടിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ ഈ സീക്വൻസും ഷുഗർ ബീഡ്സും കൂടെയുള്ള വർക്ക് ചെയ്യണേ. അപ്പോൾ ആ വർക്ക് വരുമ്പോൾ ഇങ്ങനെ ത്രികോണം പോലെയാണ് ഈ വർക്ക് വരുന്നത്. അപ്പം നമ്മുടെ ആ വർക്ക് ഫുള്ളായിട്ടും ഇങ്ങനെ വരുവേ. ഫുള്ളായിട്ടല്ല, ഈ ചെയ്ത അത്രയും വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ വേണം നമ്മുടെ ഈ ലൈൻസ് മുഴുവൻ ഇങ്ങോട്ട് നമ്മൾ ഈ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഈ ഭാഗത്തും അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളാണ്, ഇച്ചിരി മെനക്കെട്ടാൽ മതി.
ഇനി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ നടുക്കുള്ള ഫ്ലവറുണ്ട്. അപ്പം നമുക്ക് മെയിൻ ഭാഗങ്ങൾ മാത്രം കാണിച്ച് പോകാം. അപ്പം ഇനി ആ ഫ്ലവർ ചെയ്യാൻ ഈ ഫ്ലവർ അത് വരച്ചിട്ട് ഇച്ചിരി അവിടെ ക്ലിയർ ആവുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ മണ്ടയിൽ കൂടെ ചോക്കും കൊണ്ട് വരച്ചതാണ്. ചോക്കും കൊണ്ട് വരച്ചപ്പോൾ ഇച്ചിരി കൂടെ ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ തണ്ട് ഭാഗം ഉണ്ടല്ലോ, ഇതൊരു പൂവും ഇലയായിട്ടുള്ള സംഭവങ്ങളാണ്. അതിൻ്റെ തണ്ട് ഭാഗം നമ്മൾ ആദ്യം ചെയ്ത പോലെ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ്. ഇങ്ങനെ ഫുള്ളും ആ തണ്ടിലും അങ്ങോട്ട് പോകുന്ന എല്ലാം ആ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ്. അപ്പോൾ ആ കട്ട് ബീഡ്സിൻ്റെ വർക്ക് നമുക്കൊന്ന് കാണാം. അത് ആദ്യം കട്ട് ബീഡ്സ് ഒന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കായിട്ട് തന്നെ അങ്ങ് ചെയ്ത് പോയാൽ മതി. അപ്പം നമ്മൾ കട്ട് ബീഡ്സിൻ്റെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. അത് ഈ തണ്ട് മുഴുവൻ നമ്മൾ ചെയ്യണം. ഈ തണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്തെ അങ്ങോട്ടുള്ള ഈ ലൈനും ഈ ലൈന് ഈ ലൈന് ഈ ലൈന് ഈ ലൈന് ഇതിത്രയും നമ്മൾ ഫില്ല് ചെയ്ത് പോകണം. അപ്പം നമ്മൾ ആ സ്റ്റെമ്മിൻ്റെ ഭാഗത്തെല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റെം വരുന്ന ഭാഗത്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് വരുന്ന ഭാഗത്ത് 3 എണ്ണം വെച്ച് ചരിച്ച് നമ്മൾ കട്ട് ബീഡ്സ് കൊണ്ട് ചെയ്യും. 3 എണ്ണം വെച്ച് ചരിച്ച് ചെയ്താൽ മതി. ആ ലീഫിൻ്റെ ഷേപ്പിൽ 3 എണ്ണം വെച്ചിട്ട് 3 എണ്ണത്തിൻ്റെ ലാസ്റ്റിലത്തെ ഒന്നിൻ്റെ സെൻറ്ററായിട്ട് പിന്നെ 3 എണ്ണം വെച്ചിട്ട് കണ്ടോ ഒന്ന് ചരിച്ച് ചെയ്യണം. ഒന്ന് കുറച്ചൊന്ന് വെച്ചിട്ട് 3 എണ്ണം വെച്ചൊന്ന് ചരിച്ച് ലീഫ് ഡിസൈന് ചെയ്യാം. മൂന്നെണ്ണം കുത്തിയെടുത്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒന്നിൻ്റെ താഴെ അവിടെ നിന്ന് 3 എണ്ണം പിന്നെയും കുത്തിയെടുത്ത് മേലോട്ട് അതിൻ്റെ ലാസ്റ്റിൽ അവിടെ ഒന്ന് കുത്തിയെടുക്കുക. പിന്നെ എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തൂടെ ഒരു 3 എണ്ണം കൂടെ ചെയ്തിട്ട് അങ്ങനെ ഫിനിഷ് ചെയ്യണേ. അപ്പം നമ്മുടെ വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ആ സ്റ്റെമ്മും ലീഫും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോർഷനിലുള്ള നമ്മുടെ ആ ഫ്ലവർ ഈ ഫ്ലവറാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അത് റൗണ്ടിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഫ്ലവർ. ആ ഫ്ലവറാണെങ്കിൽ നമ്മൾ സ്റ്റോൺസ്. അപ്പം നമ്മുടെ ആ ഫ്ലവറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത് ഗോൾഡൻ ബീഡ് വെച്ചിട്ടാണ്. ആദ്യം ഒരു ബീഡ് നമ്മൾ നടുക്ക് വെച്ചിട്ട് അതിന് ചുറ്റും നമ്മൾ എത്ര ബീഡാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമ്മൾ റൗണ്ട് എടുത്തിട്ട് നമ്മൾ ആദ്യം കൊണ്ട് കുത്തിയെടുത്ത് നിർത്തണം. അപ്പം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും എത്ര ബീഡ് വേണമെന്ന്. അപ്പോൾ അങ്ങനെ വേണം ഈ ഫ്ലവറിൻ്റെ പാർട്ട് മുഴുവൻ ചെയ്യാൻ. പിന്നെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മളതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കുന്നതായിരിക്കും. സോ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. ഇതിൽ സെൻറ്ററിൽ ഒരു ബീഡ് കുത്തിയെടുത്തിട്ട് അതിന് ചുറ്റും 7 ബീഡാണ് ചെയ്തേക്കുന്നത്. ഈ ഫ്ലവർ ഡിസൈനിൽ ഇതിൽ ചെയ്തേക്കുന്നത് 7 ബീഡാണ്. അതേപോലെ മറ്റ് ഫ്ലവറും എല്ലാം ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ കൊടുത്ത ഹാൻഡ് വർക്കിൽ ഇങ്ങനെയാണ്. യോക്ക് പോർഷൻ്റെ ഒരു 14 ഇഞ്ച് വരെ യോക്ക് പോർഷന് ഫുള്ളും ഹാൻഡ് വർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എലൈൻ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതേപോലെ
3/4 സ്ലീവാണ്. ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് ഗ്ലാസ് ബീഡ്സും ഗോൾഡൻ ബീഡ്സും സീക്വൻസും ഇതുപോലെ കട്ട് ബീഡ്സും കൂടെ ചേർന്നിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 699 പ്ലസ് ഷിപ്പിംഗ്. അപ്പോൾ ഇതിൻ്റെ കളർ വരുന്നത് ഒരു വൈൻ കളറും ബർഗൻഡി കളറും ഇത് രണ്ടിനും കൂടെ ഒരു ഇടയിൽ വരുന്ന ഒരു കളറാണ്. നല്ലൊരു കളറാണ്. അപ്പോൾ ഒരുമാതിരി ഡാർക്ക് കളറാണ്. നല്ലൊരു കളറാണ്. അപ്പോൾ ഇത് വാങ്ങണമെന്ന് താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഇത് കസ്റ്റമൈസേഷനായിട്ട് വാങ്ങാവുന്നതാണ്.